ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞാൻ ഗാർഡൻ കാണിച്ചില്ല ഗൈസ്. സാധാരണ രാവിലെ എണീച്ചാൽ ഇതൊന്നും മൈൻഡാക്കാനും പോക്കില്ല. ഇന്ന് ഞാൻ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചതാണ്. എൻ്റെ മുറ്റത്തെ എന്താ പറയുക, കൃഷികളും ഫ്ലവേഴ്സൊക്കെ ഞാൻ കാണിച്ചാൽ വിചാരിച്ചു. ഇതൊക്കെ ഉമ്മൻ്റെയാണ്. എൻ്റെ ഉമ്മയാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ശംഖുപുഷ്പമാണ് ഗൈസ് കാണിച്ചത്. ആദ്യത്തെ ഒരു ഫ്ലവറാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം കുറിയിട്ട തമ്പുരാട്ടി. ശംഖുപുഷ്പം വെയിറ്റ് ഇതിൻ്റെ ബ്ലൂ ഉണ്ടായിരുന്നു. ബ്ലൂ ഉണ്ടായിട്ട് തന്നെ ഉണ്ടാ. പിന്നെ അടുക്ക് അത് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് എന്നതിന് പറയില്ല, മൾബറി ഗൈസ്. ഇത് മൾബറിയാണ്. അതിൽ ഒരു ക്ലിയറേ ഇല്ല, എന്നാലും കുഴപ്പമില്ല. മൾബറി നല്ല വൃത്തിയിൽ കാണിച്ചതാണെന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്തൊരു ക്ലിയർ ആകുന്നില്ല. അവസാനം നല്ല ക്ലിയറിൽ കിട്ടീന്. ഈ മൾബറി ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അതിൽ ഇപ്പോൾ മൾബറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഞാൻ അവിടെ എടുത്ത് വെച്ചായിരുന്നു. രാവിലെ ഞാൻ അവിടെ കഴിക്കാൻ തന്നിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ കിടപ്പ് ഓർമ്മ ഞാൻ പോയി എടുത്ത് കഴിച്ചു. സോ യമ്മി. ഭയങ്കര മധുരമാണ് ഗൈസ് മൾബറിക്ക്. പക്ഷെ ഒന്നോ രണ്ടൊക്കെ എന്താ പെത്ത് വരുള്ളൂ. ഒറ്റയടിക്ക് തന്നെ പെത്ത് വരില്ല. എന്തിട്ടാന്ന് അറിഞ്ഞൂടാ. ഇതാ ഈ മൾബറി ഇപ്പോൾ കഴിച്ചു. ഞാൻ ഈവനിങ് ആണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മൾബറിയാണ്. അപ്പോൾ എടുത്തു വെച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വേടത്ത് തിന്ന്. കാരണം ഓരോന്നോരോന്ന് ഇപ്പോൾ വെക്കുന്നുള്ളൂ. ഇഷ്ടംപോലെ ആകുന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ഇപ്പോൾ വെക്കുന്നുള്ളൂ. ഇത് അടുത്ത് ഇപ്പോൾ വരുന്നുണ്ട്. മൾബറിയായി ഞാൻ കാണിച്ചു. ഇതൊക്കെ വണ്ണാമ്പലിയായി തലയിലും കാലിലും മേത്തല് അടുക്ക് ക്ലിയർ ചെയ്യില്ല. കണ്ടോ, ഈ മൾബറി വളരെയധികം സുന്ദരിയായിരിക്കുന്നു. അയ്യോ, പിന്നുള്ളത് ചെടി കടലിലേക്ക് നമുക്ക് എടുക്കാം. ഇതൊരു തൈ, ഇതുവരെ മുളക്കാത്ത നമ്മുടെ ഒരു സ്വന്തം തൈ. ഇവിടെ പിന്നെ പലതരം ചെടികളുണ്ട്. മുളകുണ്ടോ? കുണ്ടൻ മുളക്, സോറി കുണ്ടൻ മുളക് എന്നുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ ഗാർഡൻ ഏരിയ. ഇത് ചക്ക മരം ഗൈസ്, കുഞ്ഞിക്കുള്ളൻ ചക്ക. അതിലൊരു ചക്കയാണ് ഗൈസ് ഇത്. ഇതുവരെ ഫുള്ളായിട്ടില്ല. ഉറുമ്പ് തിന്ന് തീർക്കുന്ന ഗൈസ്. എന്തോ ചെയ്യാനാവും നോക്കണേ. സൂം ചെയ്തപ്പോൾ ബിൽഡായി തോന്നിയത്. രണ്ട് എന്താ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓ, ബണ്ണാനിൽ കയറി കടിച്ച്. ഇത് വായയിൽ നമ്മൾ വായപ്പയം. ഇത് പിന്നെ നമ്മളിത്. പിന്നെ നമുക്ക് ഫ്ലവറിലേക്ക് കിടക്കാം ഗൈസ്. നല്ല ഫ്ലവേഴ്സ് വെച്ചത്. ഫ്ലവേഴ്സ് ഇത് കഴിഞ്ഞു പോയ ഫ്ലവറാണ്. ഇത് ക്യൂട്ട് ഫ്ലവർ. ഇത് വൈറ്റ്, ഇത് പിങ്ക്. പക്ഷേ ഇത് ആദ്യം പിങ്ക് ആയിരുന്നു, പിന്നെ വൈറ്റിലേക്ക് കൺവേർട്ട്. ഇപ്പം ഇത് റോസായി വളർന്നിട്ടുണ്ട്. നല്ല ബ്ലൂബെറിൻ്റെ ഒപ്പം വെക്കാൻ പറ്റിയത്. ഇതോ ഒരു ചെടി. ഇത് ആലുവേര, വലിയ ആലുവേര ഉണ്ടായിരുന്നു. പറിച്ച് കാര്യമില്ല, ചത്തുപോയി. നമ്മുടെ സ്വന്തം തുളസി ഇതാ. പിന്നെ ഇതൊരു ചെടിയാണ്. ഇതിൽ വെള്ളപ്പൂക്കൾ ഉണ്ടാവലുണ്ട്. ഇന്നെന്തോ ഉണ്ടായില്ല. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ചെടി. ഇതിന് ഉമ്മാൻ്റെ ചെടിയാണ് ഞാൻ കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഈ മുറ്റത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ചെടി ഇതാണ്. കാരണം നല്ല ക്യൂട്ടാണ്. ഇങ്ങനെ അടിയിൽ കാണാൻ നല്ല രസം. എങ്ങനെ. പിന്നെ ഉള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇതുണ്ടോ, ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഗാർഡനാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു പൂ പോയാൽ എൻ്റെ തല പോകും. അപ്പോൾ ഇത് പിന്നെ ഒരു ചെടി. അതെന്നെ സാധനം എന്താ, ഇത് ശംഖുപുഷ്പം. ഇത് ഈ കളറ്. പക്ഷേ ഇഷ്ടംപോലെ ഉണ്ടായിന്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, ഈ ഒന്നേ കാണുന്നുള്ളൂ. അല്ല ഇതിന് ഉള്ളിലടങ്ങുണ്ടോന്ന് അറിയില്ല. ഉണ്ട്. ഓ മൈ ഗോഡ്. ഓ ഓക്കെ, ക്ലിയർ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ടൈം എടുത്ത്. ഇത് നമ്മൾ സാധനം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ.
ഞാൻ എന്തായാലും ഇടും. ഞാൻ അപ്പോഴും പറയലുണ്ട്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വർത്തമാനം പറയരുത്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലിടും, അതും ഞാനിടും. ഇത് ഒരു വാഴ. അയ്യോ, വാഴ കൃഷിയാണല്ലോ കൂടുതലും. ഇത് ഗൈസ്, ഞാൻ മുറ്റം നടിക്കൂല. ഇത് വേറെ കുഞ്ഞ് വാഴ കിളിച്ച് വരികയാണ്. ഇതെന്തേനോ ഇത് അവക്കാഡോൻ്റെ ചെടിയാണ് കേട്ടോ, മുളച്ച് വരുന്ന അത്രയും ഒരു വലിയതുണ്ടായിരുന്നു. അതെന്തോ ആയോ ആവോ, അപ്പോൾ സമ്മതിക്കില്ല ഒരു വീഡിയോ എടുക്കാൻ. ഇതുണ്ടോ കാന്താരി, വലിയ കാന്താരി ചെടിയുണ്ട്, അതും കൂടി കാണിച്ചാൽ. ഇതെല്ലാം ഇതെന്നാ നോക്കാൻ അറിയില്ല. ഇതെന്തോ ചാക്കു. ഇത് അടുത്തത്, ഇത് മൈലാഞ്ചി ചെടിയാണ്. നമ്മൾ തറവാട്ടിൽ വലിയതുണ്ടതിന്, അതിന് ചെറിയൊരു അംശം. നമ്മൾ കാന്താരി, ഇഷ്ടംപോലെ കാന്താരി ഉണ്ടാകുന്നുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിൽ കുറേ കാന്താരി ആയത് കണ്ടോ. ഇത് പിന്നെയും ഒരു വായ. ഇത് വേറൊരു ചെടി, പിന്നെ മാവ് ചെടി. അങ്ങനെ ഗാർഡൻ ഇവിടെ അവസാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അപ്പുറത്തോട്ടുണ്ട് ഇവിടെ കൊയ്യുണ്ട് ഗൈസ്. ഇതൊരിത് എന്താ, ഇത് പുളിമരം. പക്ഷെ ഒരു പുളിമരം ഇതുവരെ തന്നിട്ടില്ല. ഇത് നമ്മളെ തെങ്ങ്, അതപ്പുറത്തും നമ്മളെ തെങ്ങ്. ഇതും ഒരു മാമ്പഴമാണ്, മാങ്ങമരമാണ്. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ് ഗൈസ്. ഇതിലൊരു മാങ്ങ കിട്ടും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ്. ഇത് പിന്നെ നമ്മളെ കറിവേ. പിന്നെ കാണുന്നത് നെല്ലിക്കമരം ഗൈസ്. ഇത് എന്നതിന് പറയൽ ആ മുള്ളലുള്ളൊരു കൈയില്ലേ, നല്ല ടേസ്റ്റുള്ള അത്. അതിനെന്താ പേര് നോക്കൂ, അതിൻ്റെ പേരാണ് ഗൈസ് മുള്ളൻ ചക്ക. നല്ല ടേസ്റ്റ്. ഇതും അതുപോലെ തന്നെ വേറൊരു ചെടി. ഇതിലും അടിപൊളി സീത്തപ്പഴം. അത് അടി ഉണ്ടോ, സീത്തപ്പഴം പറഞ്ഞില്ല, അതിന് മുമ്പേ കിട്ടി. ഇതാ സീത്താപ്പഴം, ഒടുക്കത്തെ ടേസ്റ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എൻ്റെ വീട് മൊത്തം ചുറ്റി ഞാൻ തിരിച്ച് നമ്മൾ ആദ്യം കാണിച്ചു തന്നെ ഈ മരത്തിൻ്റെ അടുത്ത് തന്നെ എത്തി ഗൈസ്. അങ്ങനെ വീട് മൊത്തം ചുറ്റി തിരിച്ച് ഇതാ മൾബറിൻ്റെ മരത്തിൻ്റെ അടുത്ത് തന്നെ എത്തി ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ കൂടുതൽ ഓൺ വോയിസിലുള്ള തന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് വെച്ച്, കാരണം വോയിസ് കൊടുക്കാനുള്ള മടി കാരണം വെറുതെ ഒരുപാട് സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു ആശയദാരിദ്ര്യം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഓൺ വോയിസിൽ സംസാരിച്ച രീതിയിൽ തന്നെ അവിടെ വെച്ചു. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഗൈസ്.